കണ്ണൂർ കരിവള്ളൂരിൽ വനിതാ പോലീസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് രാജേഷ് ഇപ്പോൾ പോലീസ് പിടിയിലാണ്. രാജേഷിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. കാസർഗോഡ് ചന്ദര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇയാളെയാണ് പോലീസ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സജോ ദേവസ്യ നമുക്കൊപ്പം പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ നിൽച്ചിരുന്നു. സജോ ദേവസ്യ, എങ്ങോട്ടാണ് ഇദ്ദേഹത്തിനെ പോലീസ് ഇറക്കിക്കൊണ്ടുപോകുന്നത്? SKN പോലീസുകാരി ദിവ്യശ്രീയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി രാജേഷ് പോലീസിന്റെ പിടിയിലായിരുന്നു. കണ്ണൂർ നഗരത്തിനടുത്ത പുതിയ തെരുവിലെ ബാറിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ഇയാളെയും വളവട്ടണം സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ കൈമാറിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന് ഉള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. വളവട്ടണം സ്റ്റേഷനിലേക്കാണ് ആദ്യം പ്രതിയെ എത്തിച്ചത്. അതിനുശേഷം വളവട്ടണം പോലീസ് റൂറൽ പോലീസുമായി ബന്ധപ്പെടുകയും വിവരം കൈമാറുകയും തുടർന്ന് പയ്യന്നൂർ പോലീസ് വളവട്ടണം സ്റ്റേഷനിലേക്ക് എത്തുകയും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണം ഉൾപ്പെടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുകയും വേണം. നാടിനെ ആകെ നടുക്കിയ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന അതിക്രമമാണ് അരങ്ങേറിയത്. ദിവ്യശ്രീയെ മുഖം മറച്ചിരിക്കുന്നത് അതാണോ ലക്ഷ്യം, അതോ അയാൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിലാണോ? SKN പ്രതി മുഖം മറച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇയാൾ ഈ ആസൂത്രിതമായി കൊല നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി, എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം ഈ ക്രൂരമായ അതിക്രമത്തിലേക്ക് പോവുകയായിരുന്നു എന്നതാണ്. ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നതാണ്. പക്ഷേ നാളുകളായി ഇവർ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. വിവാഹമോചന ഹർജി ഉൾപ്പെടെ കോടതിയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പകയും വിദ്വേഷവുമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. ഇതിനിടെ ഇവർ സിവിൽ പോലീസ് ഓഫീസറാണ്. വനിതാ ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥയാണ്. നാളെ അവർ പമ്പയിലും നിലയ്ക്കലിലുമായി തീർത്ഥാടന ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ്. ഇങ്ങനെ വേർപിരിഞ്ഞു. ഇരുവരും തമ്മിൽ പിരിഞ്ഞു. അങ്ങനെ ഒരു കുടുംബ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തെങ്കിലും ഒരു പ്രകോപനം ഇത് യഥാർത്ഥത്തിലില്ല. പക്ഷേ ഇവരെ കൊലപ്പെടുത്തുക എന്ന ആസൂത്രിതമായ ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നു. ആയുധവുമായാണ് എത്തിയത്. അതിനുശേഷം ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പിന്നീട് നാട്ടുകാരൊക്കെ എത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ദിവ്യശ്രീയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് നാട്ടുകാരൊക്കെ എത്തുന്നുവെന്ന് മനസ്സിലാക്കി ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പുതിയ തെരുവിലെ ബാറിലേക്ക് എത്തുന്നു. അവിടെ എത്തി മദ്യം ഓർഡർ ചെയ്യുന്നു. അതിനിടെ പോലീസ് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലൊക്കേഷൻ മനസ്സിലാക്കി പിന്നീട് പോലീസ് സംഘം ആ ബാർ വളഞ്ഞു. ഇതിനകത്ത് കയറി ഇയാളെ വളഞ്ഞു. പിന്നീട് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷമാണ് വളവട്ടണത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പയ്യന്നൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അറസ്റ്റ് രേഖപ്പെടുത്തണം. തുടർ നടപടികൾ വേണം. ദിവ്യശ്രീയുടെ മൃതദേഹം നിലവിൽ ആദ്യം പയ്യന്നൂരിലേക്കാണ് എത്തിച്ചത്. ജീവൻ രക്ഷിക്കാനായില്ല. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ദിവ്യശ്രീയുടെ പിതാവ് വാസുവിനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹവും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് രാജേഷ് പോലീസ് കസ്റ്റഡിയിലായി എന്ന വാർത്തയാണ് കണ്ണൂരിൽ വരുന്നത്.